ഇപ്പോൾ ജർമ്മനി, ഫ്രാൻസ് പോലെയുള്ള കൺട്രീസിൽ IELTS പഠിച്ചു പോകുന്നതാണോ അതോ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചു പോകുന്നതാണോ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക? ഇതിൽ ഫ്രാൻസ് പറയുകയാണെങ്കിൽ ഇതിൽ ഓരോ രണ്ട് കൺട്രിയിലും രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണ്. ഇപ്പോൾ ഫ്രാൻസ് പറയുകയാണെങ്കിൽ ഫ്രാൻസിൽ നമുക്ക് ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റിയും 90% അബോവ് യൂണിവേഴ്സിറ്റീസിലും നമുക്ക് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ IELTS ഒരു മാൻഡേറ്ററി അല്ല. ബട്ട് ചില യൂണിവേഴ്സിറ്റീസ് IELTS പറയുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പോൾ IELTS ആണ് നമുക്ക് പഠിക്കാൻ അവിടെ ഒരു എൻട്രി എങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ലാംഗ്വേജ് ബാരിയർ ആയിട്ടുള്ള IELTS നമ്മൾ ക്ലിയർ ചെയ്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ബാക്കി ഇപ്പോൾ ജർമ്മനി പറയുകയാണെങ്കിൽ ജർമ്മനിയിൽ വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് IELTS ക്ലിയർ ആകാതെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഏത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയാലും പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമുക്ക് IELTS ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. എക്സെപ്റ്റ് നമ്മളുടെ ഹൗസ് ബിൽഡിംഗ് കോഴ്സസ് വേറെ ഒത്തിരി പ്രോഗ്രാംസ് വേറെ ഉണ്ട്. അതിലൊക്കെ ജർമ്മൻ ലാംഗ്വേജിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളാണെങ്കിൽ അതിന് ജർമ്മൻ ലാംഗ്വേജ് വേണം. അതല്ല നമ്മൾ ഇംഗ്ലീഷ് ടോട്ട് പ്രോഗ്രാംസ് ആണെങ്കിൽ അതിന് വേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ രണ്ട് കൺട്രിയിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ലെവൽ ഓഫ് ലോക്കൽ ലാംഗ്വേജ് അത് അറിഞ്ഞിട്ട് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നാൽ ഈവൻ പാർട്ട് ടൈം ജോബ് കിട്ടാനും ഓരോ കാര്യങ്ങളും നമുക്ക് എൻക്വയറി ചെയ്യാനും എല്ലാത്തിനും നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടും. അപ്പോൾ നമ്മൾ ആ പ്രോസസ്സിങ് ടൈമിൽ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിന് റിക്വയർമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് കൂടെ ഒരു ബേസിക് ലെവൽ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്.